ഏവർക്കും ഉബുണ്ടു ജാലകത്തിന് മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. SSLC IT പ്രാക്ടിക്കൽ പരീക്ഷയുമായി ബന്ധപ്പെട്ട് ആർഡിനോ, പിക്ടോബ്ലോക്സ് എന്നിവ ഉപയോഗപ്പെടുത്തിക്കൊണ്ടിട്ടുള്ള ഒരു ചോദ്യം പരിശോധിക്കാം. ഒരു സെക്കൻഡ് ഇടവേളയിൽ ബസർ ബീപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വാർണിംഗ് അലാറമാണ് നമുക്ക് നിർമ്മിക്കേണ്ടത്. അതിനായിട്ടുള്ള സർക്യൂട്ട് ഡയഗ്രം താഴെ നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ പിക്ടോബ്ലോക്സിൻ്റെ കോഡുമാണ് നൽകിയിരിക്കുന്നത്. പക്ഷേ ഇത് പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നം, ബസർ ഓൺ ആകുന്നുണ്ട്, പക്ഷേ അത് അതിനുശേഷം ഓഫ് ആകുന്നില്ല എന്നുള്ളതാണ്. നമുക്ക് ഈ ഒരു കോഡിലേക്ക് നോക്കിയാൽ കാണാം. 8ാമത്തെ പിന്നിലേക്കാണ് ബസർ കണക്ട് ചെയ്തിരിക്കുന്നത്. 8ാമത്തെ പിന്ന് ഹൈ കൊടുത്തിട്ടുണ്ട്. ഒരു സെക്കൻഡിന് ശേഷം പിന്നീട് കൊടുത്തിരിക്കുന്നത് 7ാമത്തെ പിന്നാണ്. അപ്പോൾ പിന്ന് 7 എന്നുള്ളത് 8ലേക്ക് മാറ്റിയാലാണ് അത് ശരിയാവുക. നമുക്കിത് എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത് പരിശോധിക്കാം. അതിനായി നമുക്ക് പിക്ടോബ്ലോക്സ് ഒന്ന് ഓപ്പൺ ചെയ്യുകയാണ്. പിക്ടോബ്ലോക്സ് ഓപ്പൺ ചെയ്യുന്നതിന് മുമ്പ് നമുക്കൊന്ന് ആർഡിനോ സെറ്റ് ചെയ്യാം. നമുക്ക് ആർഡിനോയിലേക്ക് ബസർ കണക്ട് ചെയ്യാം. ബസറിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം ഗ്രൗണ്ട്, VCC, അതുപോലെ IOC, ഇങ്ങനെ 3 പോയിന്റുകളാണ് അതിലുള്ളത്. അതിൽ നിന്നുള്ള ജമ്പർ വയറുകൾ നമ്മൾ കണക്ട് ചെയ്യുകയാണ്. ഇതിലെ ഈ IOCയിൽ നിന്ന് വന്നിരിക്കുന്ന ഈ പിന്ന് നമുക്ക് 8ലേക്ക് കണക്ട് ചെയ്യാം. പിന്നെ IOCയിൽ നിന്നുള്ള പിന്ന് 8ലേക്ക് കണക്ട് ചെയ്തു. ഇനി ഗ്രൗണ്ടാണ് കണക്ട് ചെയ്യേണ്ടത്. ഇത് ഗ്രൗണ്ടിൽ നിന്ന് വന്നിരിക്കുന്ന ജമ്പർ വയറാണ്. അത് ഗ്രൗണ്ടിലേക്ക് കണക്ട് ചെയ്യുന്നു. ഇങ്ങനെ ഗ്രൗണ്ടിലേക്ക് കണക്ട് ചെയ്തു. ഇനി ഒന്ന് ബാക്കിയുള്ള നമുക്ക് 5 വോൾട്ടിലേക്ക് കണക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ്. അത് നമുക്ക് 5 വോൾട്ടിലേക്ക് കണക്ട് ചെയ്യാം. ഇതാണ് 5 വോൾട്ട്. 5 വോൾട്ടിലേക്ക് ഇത് കണക്ട് ചെയ്യുകയാണ്. അങ്ങനെ നമ്മുടെ കണക്ഷൻ പൂർത്തീകരിച്ചിട്ടുണ്ട്. നമുക്ക് പിക്ടോബ്ലോക്സ് ഓപ്പൺ ചെയ്യാം. 9 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് പിക്ടോബ്ലോക്സ് ഓപ്പൺ ചെയ്യുകയാണ്. പിക്ടോബ്ലോക്സ് ഓപ്പൺ ചെയ്തതിന് ശേഷം പിക്ടോബ്ലോക്സിലെ ബ്ലോക്ക് കോഡിംഗ് ആണ് നാം സെലക്ട് ചെയ്യേണ്ടത്. ബ്ലോക്ക് കോഡിംഗ് സെലക്ട് ചെയ്യുന്നു. ബ്ലോക്ക് കോഡിംഗ് സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് ആർഡിനോ സെലക്ട് ചെയ്ത് നൽകണം. അതിനുവേണ്ടി ബോർഡിലേക്ക് വരുന്നു. ബോർഡിൽ നിന്നും ആർഡിനോ UNO എന്നുള്ളത് സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം ഈ വരുന്ന വിൻഡോയിൽ കണക്റ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി നമ്മൾ ആർഡിനോ പിക്ടോബ്ലോക്സുമായി കണക്റ്റഡ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് പ്രോഗ്രാമിങ്ങിലേക്ക് കിടക്കാം. നമുക്ക് ആദ്യം വേണ്ടത് ഒരു ഫ്ലാഗ് ആണ്. ഫ്ലാഗ് ക്ലിക്ക് ചെയ്യുന്ന സമയത്താണ് ആർഡിനോ ബോക്സിൽ ആർഡിനോയിൽ കണക്ട് ചെയ്തിരിക്കുന്ന ബസർ വർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ബസർ തുടർച്ചയായിട്ട് വർക്ക് ചെയ്യുന്നതിന് കൺട്രോളിനുള്ളിൽ നിന്നും ഒരു 4 അവർ കൂടെ നമുക്ക് ആവശ്യമായിട്ടുണ്ട്. 4 അവർ ഉപയോഗപ്പെടുത്തിയിട്ടാണ് തുടർച്ചയായി അത് വർക്ക് ചെയ്യുന്നത്. അത് ഇടവിട്ട് ബീപ്പ് ചെയ്യുന്നതിന് നമുക്ക് വെയിറ്റ് വേണ്ടി വരും. 2 വെയിറ്റുകൾ എടുക്കണം. അതിന് റൈറ്റ് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഡ്യൂപ്ലിക്കേറ്റ് കൂടെ എടുത്തു വെച്ച് 2 വെയിറ്റ് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഇനിയാണ് ബസർ ബീപ്പ് ചെയ്യുന്നതിനുള്ള കോഡാണ്. അതിന് ആർഡിനോ UNO എന്നുള്ള ഈ ബ്ലോക്കിൽ നിന്നും സെറ്റ് ഡിജിറ്റൽ പിൻ എന്നുള്ള നമ്മൾ എടുക്കുകയാണ്. സെറ്റ് ഡിജിറ്റൽ പിൻ എടുത്തു വയ്ക്കുന്നു. ഇവിടെ പിന്നിൻ്റെ നമ്പർ 8 ആണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. നമുക്ക് ഡയഗ്രത്തിലേക്ക് നോക്കിയാൽ കാണാം 8ാമത്തെ പിന്നിലേക്കാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അവിടെ കോഡ് വെക്കേണ്ടത് 8 തന്നെയാണ്. അത് ഓൺ ആകുന്നതിന് വേണ്ടിയാണ് ഹൈ, ഓഫ് ആകുന്നതിന് വേണ്ടി അതിൻ്റെ തന്നെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് നമുക്ക് തയ്യാറാക്കാം. അതിൻ്റെ പിന്ന് നേരത്തെ ചോദ്യത്തിൽ 7 ആണ്, അതാണ് അത് വർക്ക് ചെയ്യാതെ വരുന്നത്. നമുക്കിവിടെ നോക്കിയാൽ കാണാം ചോദ്യത്തിൽ 8ാമത്തെ പിന്ന് ഹൈയും 7ാമത്തെ പിന്നാണല്ലോ, അതുകൊണ്ട് 7 വന്നതാണ് ആ ഒരു പ്രശ്നത്തിന് കാരണം. അപ്പോൾ അത് നമ്മൾ 8 ആക്കിക്കൊണ്ടാണ് അത് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ 8ാമത്തെ പിന്നിൽ ഹൈ ആവുന്നു. ഒരു സെക്കൻഡ് അത് വർക്ക് ചെയ്യുന്നു. അതിനുശേഷം 8ാമത്തെ പിന്ന് ലോ ആവുന്നു. അപ്പോഴേക്കും ആ ബസർ ഓഫ് ആവുന്നു. അതിനുശേഷം വീണ്ടും ഒരു വെയിറ്റ് 1 സെക്കൻഡ് സെറ്റ് ചെയ്യുന്നു. തുടർന്ന് നമ്മൾ ഈ 4 അവറിനുള്ളിലേക്ക് അത് ആഡ് ചെയ്ത് വെക്കുകയാണ്. ഇനി അടുത്തതായിട്ട് നമുക്ക് ചെയ്യേണ്ടത് ഈ പ്രോഗ്രാം ഒന്ന് അപ്ലോഡ് ചെയ്യണം. അപ്ലോഡ് ചെയ്യുന്നതിന് അപ്ലോഡ് ഫേംവെയർ എന്ന ഭാഗത്താണ് ക്ലിക്ക് ചെയ്യുന്നത്. ഒരല്പസമയം അത് അപ്ലോഡ് ആവുന്നത് കാണാം. അപ്ലോഡ് ആവുന്ന സമയത്ത് നമ്മുടെ ബസർ തയ്യാറായിട്ടുണ്ട്. അതുപോലെ ആർഡിനോ ബ്ലിങ്ക് ചെയ്യുന്നുണ്ട്. ബ്ലിങ്ക് ചെയ്യുന്നതിൻ്റെ അർത്ഥം അതിൽ പ്രോഗ്രാം ലോഡ് ആകുന്നു എന്നുള്ളതാണ്. ഇനി നമുക്കൊന്ന് വർക്ക് ചെയ്യുന്നതിന് വേണ്ടി ഈ ഫ്ലാഗിലൊന്ന് ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ ആ പ്രോഗ്രാം കൃത്യമായി അത് വർക്ക് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാം. അങ്ങനെ പ്രോഗ്രാം നമ്മൾ ഓഫ് ചെയ്യുന്നു. ഓഫ് ചെയ്തതിന് ശേഷം നമുക്കിത് സേവ് ചെയ്യാം. സേവ് ചെയ്യുന്നതിനായി ഫയലിൽ നിന്നും സേവ് ആസ് എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം ഹോമിനുള്ളിലുള്ള എക്സാം
എക്സാം 10 പ്രോഡക്റ്റ് എന്ന ഫോൾഡറിലേക്ക് നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ _ബീപ്പ് എന്ന പേരിൽ സേവ് ചെയ്യുന്നതോടുകൂടി .sb3 എന്ന് സേവ് ചെയ്യുന്നതോടുകൂടി ഒരു പ്രവർത്തനം അവസാനിക്കുകയാണ്. ഇതുവരെ വീഡിയോ കണ്ട ഏവർക്കും നന്ദി, നമസ്കാരം.